ഹലോ, ഞങ്ങളൊരു യാത്ര തുടങ്ങുകയാണ്. യാത്രയുടെ തുടക്കമോ കേരളത്തിൻ്റെ വടക്കേറ്റത്തുനിന്ന്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായ വന്ദേ ഭാരത് ട്രെയിനിലാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഞങ്ങൾ കണ്ടുമുട്ടിയതോ അധ്യാപക വൃത്തിയിൽ. 3 പതിറ്റാണ്ട് കാലം കഴിഞ്ഞു. എങ്കിലും ഞങ്ങളുടെ ഈ ബന്ധം ഇപ്പോഴും വളരെ ആവേശത്തോടെ, വളരെ ഊഷ്മളതയോടെ, വളരെ ദൃഢതയോടെ തന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. ഈ യാത്രയിൽ അനുഭവങ്ങൾ ഉള്ളിലൊതുക്കി പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്താനുള്ള പ്രയാണത്തിലാണ് ഞങ്ങൾ. എല്ലാവരെയും ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്ന അഭയത്തിലേക്ക്. അവിടെ ഞങ്ങളെ കാത്തിരിക്കുന്ന വത്സൻ മാഷും രത്നമ്മ ടീച്ചറും. സർക്കാർ സേവനകാലത്ത് ലഭിക്കുന്ന അപൂർവമായ ഒരു നേട്ടമാണിത്. ഇങ്ങനെയുള്ള സൗഹൃദമാണ് ആ ജില്ലയിലേക്ക് നമ്മളെ വീണ്ടും ആകർഷിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടുന്നത് തന്നെ ഒരു മഹാഭാഗ്യ. അത് കൂടെ വന്നവർക്ക് അഭയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ബോധ്യപ്പെടുകയും ചെയ്തു. ഇനി കാസർഗോഡ് ജില്ലയിലൂടെ ഒരു ചെറിയ യാത്ര. അത് തുടക്കുന്നത് അവിടുത്തെ പ്രശസ്തമായ അനന്തപുര ക്ഷേത്രത്തിൽ നിന്നാണ്. ക്ഷേത്ര ദർശനത്തിലൂടെ തുടക്കം കുറിക്കാം. ഈ ക്ഷേത്രം തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണെന്നാണ് വിശ്വാസം. ഈ തടാക ക്ഷേത്രത്തോളം തന്നെ പ്രശസ്തമാണ് തടാക ക്ഷേത്രത്തിൻ്റെ സംരക്ഷകനായ മുതലയും. ഈ മുതലയെ കാണുന്നതിനായി ഞങ്ങൾ കുറേ നേരം കാത്തിരുന്നു. ഒടുവിൽ ഞങ്ങൾക്കതിനുള്ള മഹാഭാഗ്യം ലഭിച്ചു. ഇതൊരു ഭക്തി നിറഞ്ഞ ഒരു മനോഹര അനുഭവമാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ മേപ്പാടി സീതാങ്കോളി റൂട്ടിലൂടെ ഒരു 8 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് മധൂരുള്ള ശ്രീ സിദ്ധിവിനായക ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞ് വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന പുതിയ ക്ഷേത്രം. ഇത് മൊഗ്രാൽ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ മൊഗ്രാൽ നദിക്ക് വേറൊരു പേരുള്ളതാണ് മധുവാഹിനി. ആനന്ദത്തിൻ്റെയും ആത്മസമാധാനത്തിൻ്റെയും ഒരു പുണ്യസ്പർശം നൽകുന്ന ഒരു കാഴ്ചയും അനുഭവമാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചത്. മഴക്കാലമായ മധുവാഹിനി പുഴ കവിഞ്ഞൊഴുകി ക്ഷേത്രവും പരിസരവും വെള്ളം കൊണ്ട് മൂടപ്പെടാറുണ്ട്. ഒരേ വൈബിലുള്ള കൂട്ടുകാരോടൊപ്പമുള്ള യാത്ര. പരസ്പരം കളിയാക്കിയും തമാശകൾ പറഞ്ഞും ചിരിച്ചും പുറത്തെ പച്ചപ്പും ഹരിതാപൊക്കെ ആസ്വദിച്ചുകൊണ്ട് റാണിപുരത്തേക്ക്. കാസർഗോഡ് ജില്ലയിലെ പനത്തടി പഞ്ചായത്തിലാണ് റാണിപുരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം വളരെ മനോഹര. ഞങ്ങൾ ജീപ്പിന് മുന്നിൽ നിന്ന് ഫോട്ടോസ് എടുത്തു. ഫോട്ടോക്ക് പോസ് ചെയ്യുന്ന കാര്യത്തിൽ ആരും മോശമല്ല, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. ഇവിടെ താമസിക്കാനായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് വാല്യൂ വ്യൂ റിസോർട്ടാണ്. അവിടെ നമ്മുടേതായ ഒരു ലോകമാണ്. ഞങ്ങൾ ഡാൻസും പാട്ടും ഒക്കെയായി അതിൻ്റെ റീൽസ് എടുക്കല്. അവിടെ പ്രായഭേദമന്യേ എല്ലാവരും അവരവരുടേതായ കഴിവുകൾ തെളിയും. ഏത് ആഘോഷവും കുടുംബാംഗങ്ങൾക്കൊപ്പം മാത്രമല്ല, സുഹൃത്തുക്കൾ കൂടുമ്പോഴാണ് കൂടുതൽ മധുരതരമെന്ന് ഞങ്ങൾക്ക് തോന്നി. യാത്രയുടെ അവസാന ഓട്ടപ്രദക്ഷിണത്തിലാണ്. ആദ്യ സന്ദർശനം ആനന്ദാശ്രമം.
തുടർന്നൊരു ചായ കുടി, പിന്നീട് നിത്യാനന്ദാശ്രമം. ആശ്രമ സന്ദർശനങ്ങൾക്ക് ശേഷം വീണാവാദിനിയിലേക്ക്, അവിടെ നിന്നും വളരെ ഉത്സാഹത്തോടെ കേശവ ഫാക്ടറി വിസിറ്റ്. യാത്ര തുടരുകയാണ്. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ തറവാട് കാണാൻ. പഴശ്ശിരാജ, വടക്കുംനാഥൻ എന്നീ സിനിമകൾ ഷൂട്ട് ചെയ്ത എച്ചിക്കാനം തറവാട്, അതിൻ്റെ ഒരു ലോങ് വ്യൂ. അതിനുശേഷമുള്ള യാത്രയിലാണ് പുരാതന ശ്മശാന സ്മാരക രൂപങ്ങളായ കുടക്കല്ലുകൾ കണ്ടത്. കാസർഗോഡിൻ്റെ തനത് രുചി മനസ്സിലാക്കി തന്ന വൈസ്രോയ് ഹോട്ടലിലെ ഉച്ചഭക്ഷണം. യാത്രയിൽ അവിചാരിതമായി കണ്ടുമുട്ടുന്ന ചില വ്യക്തിത്വങ്ങൾ. ദ ഗ്രേറ്റ് മജീഷ്യൻ മുതുകാട്. കുന്നിൻ മുകളിലുള്ള ഫോട്ടോഷൂട്ട്, താഴോട്ട് നോക്കുമ്പോഴുള്ള പ്രകൃതി ഭംഗി. യാത്രകൾ തുടരുകയാണ്. അടുത്ത ലക്ഷ്യം ആയക്കടവ് പാലത്തിന്റെ മുകളിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ പകർത്താൻ. ആയക്കടവ് പാലത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഓരോ ദൃശ്യവും വളരെ മനോഹരമായിരുന്നു. ആവോളം ആസ്വദിച്ചുകൊണ്ട് ബേക്കൽ കോട്ടയിലേക്ക്. നിരവധി സിനിമകൾക്ക് പശ്ചാത്തല ഭംഗിയൊരുക്കിയ ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. അവിടേക്കാണ് അടുത്ത യാത്ര. ബേക്കൽ എന്ന കോട്ട തന്നിൽ ബഹുമാനമാണെന്നുള്ളിൽ, ബേക്കൽ എന്ന കോട്ട തന്നിൽ ബഹുമാനമാണെന്നുള്ളിൽ, മലർനാടാം കേരളത്തിൻ. അവിടെ ഞങ്ങളും കുറെ ഫോട്ടോഷൂട്ടുകളൊക്കെ ചെയ്ത് വീണ്ടും അഭയത്തിലേക്ക്. അഭയം ഞങ്ങളുടെ യാത്രയിലെ ഓരോ നിമിഷവും എല്ലാവരും ഓർത്തെടുത്ത് ഒരുപാട് പങ്കുവെക്കലുകളും ഒരുപിടി നല്ല ഓർമ്മകളും അതിനുവേണ്ടി കൂടുതൽ കരുതലും പരിചരണമൊക്കെ നൽകി ഞങ്ങളുടെ യാത്ര ഭംഗിയാക്കി തീർത്ത ബൽസം മാഷും രത്നമ്മ ടീച്ചറും ഒരിക്കലും തീരാത്ത കടപ്പാടുകളോടെ ഞങ്ങൾ വീണ്ടും അടുത്ത ജില്ലയിൽ കണ്ടുമുട്ടാം, അല്ലെങ്കിൽ അടുത്ത ജില്ലയിൽ പ്രയാണം നടത്താം എന്ന ശുഭപ്രതീക്ഷയോടെ ഉള്ള വണക്കം. നന്ദി, എല്ലാത്തിനും നന്ദി.